അതും ഈ പെട്രോൾ പമ്പിലൊക്കെ നിൽക്കുന്ന മനുഷ്യരുടെ ശമ്പളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ കഷ്ടിച്ച് 12,000, 13,000, 15,000 രൂപയ്ക്കൊക്കെ പണിയെടുക്കുന്ന സാധാരണ ജീവനക്കാരാണ്. രാവിലെ മുതൽ അല്ലെങ്കിൽ 8-9 മണിക്കൂർ പമ്പിൽ ആ മണവും സഹിച്ച് എത്രയെത്ര മനുഷ്യർ ആ വെയിലത്ത് നിന്ന് ഈ പണിയെടുക്കുന്ന പെട്രോൾ പമ്പിലെ സാധാരണക്കാരായ മനുഷ്യർ നമ്മുടെ സഹോദരങ്ങളല്ലേ, നമ്മുടെ ഒക്കെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരെ പോലെയല്ലേ. 79 വയസ്സുണ്ട് ആ പാവം മനുഷ്യന്. ആ സാധുവിനെ രാത്രി 12 മണിക്ക് 450 രൂപ എണ്ണി തിരിച്ചു കൊടുക്കാൻ അല്പം വൈകി എന്നതിന്റെ പേരിൽ മർദ്ദിക്കുക എന്ന് പറഞ്ഞ് അതും അടിക്കാൻ വന്നത് 50 രൂപയുടെ പെട്രോൾ. ശരി, ആയിക്കോട്ടെ, 50 രൂപയുടെ പെട്രോൾ അവർ കൊടുത്തു. അതിന്റെ പേരിൽ മർദ്ദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുക അല്ലേ? എന്താ നമ്മുടെ ഈ ചെറുപ്പക്കാർക്ക് പറ്റുന്നത് എന്നുള്ളതാണ്. കുറച്ചൊക്കെ കരുണയും അനുഭാവപൂർവ്വമായിട്ടൊക്കെ പെരുമാറണം പഠിക്കണം. ഈ രാത്രി 12 മണിക്ക് 1 മണിക്ക് 79 വയസ്സുള്ള ഒരാൾ ഒരു പെട്രോൾ പമ്പിൽ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതാവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എങ്ങനെയാണ് ഒരു ബർത്ത്ഡേ ഗുഡ് ഡേ എന്നൊക്കെ പറഞ്ഞ് ഓരോ ടൈം ആകുമ്പോഴത്തേന് ഡാഡ്സ് ഗിഫ്റ്റ്സ്, മാംസ് ഗിഫ്റ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന വണ്ടി സാധനങ്ങളായിട്ട് ഇറങ്ങും. അത് കഴിയുമ്പോൾ 5 രൂപ പോലും പെട്രോൾ അടിക്കാനുണ്ടാവില്ല. പറഞ്ഞ് മനസ്സിലാക്കരുത്. ഇങ്ങനത്തെ സാധനം കണ്ടു കഴിഞ്ഞാൽ ക്ഷീണിച്ചിൽ നല്ല ചുമരും കുട്ടി സൈഡിൽ പോയിട്ട് നല്ല വേദനയ്ക്ക് വിട്ടാൽ എന്നിട്ട് വീട്ടുകാരെ വിളിക്കാം. അതേ നടക്കുള്ളൂ. അല്ലാതെ പൈസ നയിച്ചുണ്ടാക്കുന്ന എത്ര ഗതികെട്ട അവസ്ഥയിൽ ഈ ഒരു പാവം മനുഷ്യന്. ഇത് എവിടെ സംഭവം എന്നുള്ള വലിയ പിടിയിൽ ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടതാണ്. ഈ ഒരു സെയിം സിറ്റുവേഷൻ എല്ലാ പെട്രോൾ പമ്പിലും നടക്കുന്നുണ്ട്. രാത്രിയായി കഴിഞ്ഞ് ഇവന്മാർ ഇറങ്ങും ട്രിപ്പിൾസും വെച്ചിട്ട് ചിലതുണ്ടാവും 4 എണ്ണൊക്കെ ആയിട്ട് വരുന്നത്.